ഡിറ്റർമിനന്റിന്റെ സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടി അറിയാത്തവർ ഇവിടെ നോക്കിക്കോട്ടോ. ഇതിൽ എവിടെയാണ് സ്പ്ലിറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കോളത്തിലോ റോസിലോ രണ്ട് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്തോ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കോളത്തിലാണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ബാക്കിയുള്ള കോളംസ് ഒന്നും നോ ചേഞ്ച്. അപ്പൊ നമുക്ക് രണ്ട് ഡിറ്റർമിനന്റ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഡിറ്റർമിനന്റ് പ്ലസ് സെക്കൻഡ് ഡിറ്റർമിനന്റ്. ഓക്കെ, ഇതിലുള്ള എലമെന്റ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ നോ ചേഞ്ച്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോളം ഈ എലമെന്റ്സിലൊന്നും ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ഇതേപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡ് കോളത്തിൽ ഇവിടെ കാണും. തേർഡ് കോളത്തിൽ ഫസ്റ്റ് ഡിറ്റർമിനന്റിൽ വരുന്നത് e⁻3α എടുക്കും, e⁻3β എടുക്കും, e⁻3γ എടുക്കും. സെക്കൻഡ് ഡിറ്റർമിനന്റിൽ വരുന്നത് ബാക്കി വരുന്ന ആരാണ്? -1 നമ്മൾ അപ്പുറത്തോട്ട് കൊടുക്കും കേട്ടോ, സെക്കൻഡ് ഡിറ്റർമിനന്റിലേക്ക് കൊടുക്കും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ e⁻α ഉണ്ട്, e⁻2α ഉണ്ട്, e⁻α, e⁻2α, e⁻β ഇവിടെ ഉണ്ട്, e⁻2β, e⁻γ ഉണ്ട്, e⁻2γ ഉണ്ട്. ഇതേപോലെ സെയിം റിപ്പീറ്റിംഗ് സെക്കൻഡ് ഡിറ്റർമിനന്റിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിനന്റിൽ എടുക്കാൻ പോകുന്ന കോമൺസ് നോക്കണേ. e⁻α ഫസ്റ്റ് റോയിൽ നിന്ന് എടുക്കും, e⁻β സെക്കൻഡ് റോയിൽ നിന്ന് എടുക്കും, e⁻γ തേർഡ് റോയിൽ നിന്ന് എടുക്കും. അപ്പൊ e⁻α പ്ലസ് ബീറ്റ ഗാമ പുറത്തേക്ക് വരും. റൈറ്റ്, എക്സ്പോണന്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എലമെന്റ്സ് ആണ് ഫസ്റ്റ് ഡിറ്റർമിനന്റ് e⁻1, e⁻α, e⁻2α വരും. ഇതേപോലെ സെക്കൻഡിൽ എന്ത് വരും? 1 e⁻β വരും, e⁻2β വരും, 1 e⁻γ, e⁻2γ വരും. ഓക്കെ, പ്ലസ്. ഈ പ്ലസ് മൈനസ് ആക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ മൈനസ് ആക്കുന്നത് വെച്ചാൽ ഈ -1ൽ നിന്ന് -1 തേർഡ് കോളത്തിലുണ്ട് അല്ലെ, സെക്കൻഡ് ഡിറ്റർമിനന്റിൽ, അത് എല്ലാത്തിൽ നിന്നും മൈനസ് പുറത്തേക്ക് വരും. അപ്പൊ അവിടെ എന്ത് വരും? ഇവിടെ എല്ലാം 1 ആവും കേട്ടോ. തേർഡ് കോളം ഇൻ ദ സെക്കൻഡ് ഡിറ്റർമിനന്റ് 1 ആവും. ബാക്കിയുള്ള ആരൊക്കെയാണ്? e⁻α, e⁻2α, e⁻β, e⁻2β, e⁻γ, e⁻2γ. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിനെ 2 പ്രാവശ്യം കോളം ഇന്റർചേഞ്ച് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ? C1 ഇന്റർചേഞ്ച് C2 ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് C2 ഇന്റർചേഞ്ച് C3 കൂടെ ചെയ്യുമ്പോൾ ആദ്യം ഒരു മൈനസ് പുറത്തേക്ക് വരും കേട്ടോ. ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എത്ര മൈനസ് പുറത്തേക്ക് വരും? 1 മൈനസ് പുറത്തേക്ക് വരും. വീണ്ടും C2 C3 ചെയ്യുമ്പോൾ എന്തും കൂടെ വരും? ഒരു -1 കൂടെ വരും. സോ രണ്ടും കൂടെ വരുമ്പോൾ ഇതെന്താവും? +1 വരും കേട്ടോ. പുറത്തെന്ത് വരും? +1. ഈ ആൽഫ പ്ലസ് ബീറ്റ ഗാമ എന്താണ്? 0 ആണ്. സോ e⁻0യുടെ വാല്യൂ എന്തായി? അത് 1 കൂടെ കിട്ടി. സോ എലമെന്റ്സ് എങ്ങനെ ഇന്റർചേഞ്ച് ആവും? ഇത് ഇപ്പുറത്തോട്ട് പോവും, 1 ഇപ്പുറത്തോട്ട് പോവും. ഫസ്റ്റ് C1 C2 ഇന്റർചേഞ്ച്. നെക്സ്റ്റ് 1 എവിടത്തേക്ക് പോവും? തേർഡ് കോളത്തിലേക്ക് പോവും. അപ്പം ഈ ഫസ്റ്റ് ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറും? 1 1 1 ഇവിടെ വരും, e⁻α ഇവിടെ വരും, e⁻2α ഇവിടെ വരും. സോ